ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് 5 ബ്ലൈൻഡ് ബാഗ്സിൻ്റെ ഇവിടെ അതൊക്കെ പൊട്ടിച്ചെടുത്താക്കാനാണ്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 5 ബ്ലൈൻഡ് ബാഗുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒന്നും വേണ്ടുന്നില്ല. അപ്പോൾ നമ്മൾ 2 വലിയ കുഴപ്പമൊന്നുമില്ല, 2 വലിയ രസമൊന്നുമില്ല കേട്ടോ. എന്നാലും ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാന്നൊരു ഇതിക്കെങ്കിലും എത്തിക്കണ്. അപ്പം ഞാൻ എല്ലാതും അതിൻ്റെ കവറിങ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഞാൻ ഓരോന്നും കാണിച്ചു തരാം. ഇതാണ് ഒന്ന് രസമില്ലാത്തൊരു ബ്ലൈൻഡ് ബാഗാണ്. ഇതിൽ ഞാൻ പെട്ടെന്ന് ഇരുന്ന് ഉണ്ടാക്കിയതാണ്. കാരണം എനിക്കൊരു 5 ബ്ലൈൻഡ് ബാഗെങ്കിലും ആക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബാഗാണ് ഉണ്ടാക്കിയതാണ്. ഇവിടെ ബാക്കിൽ ഇതൊക്കെ ഉണ്ട്. ഒരു ഇമോജീസിൻ്റെ ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ബ്ലൈൻഡ് ബാഗിലോട്ട് പോവാം. അടുത്തത് ഇത് നമ്മുടെ സാൻഡ്രിയോൻ്റെ ആണ്. പക്ഷേ ഇത് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതിൻ്റെ കൈ വെക്കുന്നത് എന്തോ ഒരു തടിച്ചതിൻ്റെ കൈ, അതൊരു രസമല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ പിന്നെയും കുഴപ്പമില്ല എന്നൊക്കെ വെക്കാം. അത് രണ്ടുമാണ് ഞാൻ പറഞ്ഞ രസമില്ലാത്ത 2 ബ്ലൈൻഡ് ബാഗ്. മറ്റേതൊക്കെ കുഴപ്പമില്ലാത്തൊരു ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തത്. ഇത് സ്റ്റിച്ചിൻ്റെ ബ്ലൈൻഡ് ബാഗാണ്. ഇത് പാൻഡ സാൻഡ്രിയോ ആണ് കേട്ടോ. ഈ കൈ സ്റ്റിച്ചിൻ്റെ ബ്ലൈൻഡ് ബാഗാണ്. പിന്നെ ഇതൊരു ഫ്ലവേഴ്സിൻ്റെ ബ്ലൈൻഡ് ബാഗാണ്. ഇതിൽ എനിക്ക് വരയ്ക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പിക്ചർ എടുത്ത് ഒട്ടിച്ചു കേട്ടോ. പിന്നെ അടുത്തത് ഇത് കവായ് ബ്ലൈൻഡ് ബാഗാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ കുറച്ചും കൂടി ഏറ്റവും ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മെനക്ക് ഉണ്ട് കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് പാൻഡ സാൻഡ്രിയോ പൊട്ടിക്കാം കേട്ടോ. നമുക്ക് പൊട്ടിക്കാം ഗായ്സ്. ഞാൻ പശുകൊണ്ട് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു വരി കൂടെ ഒന്നും മുറിക്കണില്ല. കാരണം ഈ കൂടെ മുറിച്ചാൽ നമുക്ക് കിട്ടൂല. കിട്ടാത്ത പണിക്ക് പിന്നെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് പൊട്ടിക്കാം. എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. കാരണം ഞാൻ പൊട്ടിക്കണത് എങ്ങാനും ഞാൻ ഉണ്ടാക്കിയ സാധനം പൊട്ടിച്ചാലോ എന്നൊരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് മുറിഞ്ഞല്ലോ, സാധനം മുറിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു ഗൈസ്. ഇല്ലല്ലേ, നമുക്കിനി ഇവിടെ ഇങ്ങനെ എപ്പിക് ലൈബ്രറി കോമൺ റെയർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി യൂഗോട്ടെടുക്കാം. ഇത് നല്ല മെനക്കാക്കി കണ്ടാണ് കേട്ടോ ഞാൻ യൂഗോട്ട് ഉണ്ടാക്കിക്കണേ. ഇതിലേതാണ് ഗൈസ്? റെയറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ എടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ ചിഹ്നം ഉണ്ടല്ലോ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ വെച്ചു. കാരണം എനിക്ക് തീരെ സമയമില്ല, എനിക്ക് തീരെ ക്ഷമയില്ല ഗൈസ്. 10 ഉണ്ട് കേട്ടോ. 5 എനിക്ക് 5 അല്ലേ വേണ്ട, എനിക്ക് വേണ്ട. ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. അയ്യോ ഇത് പാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വേറൊരു സാധനം കൂടിയാണ്. സ്റ്റിക്കറാണ്. അയ്യോ ഇത് സാധനം അങ്ങനെ പോരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഗായ്സ്. പാൻഡൻ്റെ സ്റ്റിക്കറാണ്. പക്ഷേ ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിക്കത് ചേരുന്നില്ല. ഞാൻ വെറുതെ വെച്ചൊരു സ്റ്റിക്കറാണ്. പാൻഡാണ് നമുക്ക് അറിയണ്ടേ, അതിന് വേണ്ടി മാത്രം വെച്ചൊരു സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ ഞാനത് ഒട്ടിക്കുന്നില്ല. എനിക്കാണോ? അപ്പം ഗായ്സ് നമ്മൾ അടുത്തതായി പൊട്ടിക്കാൻ പോകുന്നതാണ് ദിസ് ഇമോജീസ് ആണ്. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കത്രി കൊണ്ട് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിത് ഊരി വെക്കാം ഗായ്സ്. ചിന്നാമി അതിൻ്റെ അപ്പോൾ ഗൈസ് നമുക്കിത് പൊട്ടിക്കാം. ഇതിൻ്റെ ഒരു വരൊന്നും ഞാൻ വരച്ചിട്ടേനല്ല അതിൽ. എന്താ ഇതിൻ്റെ കഥ? അപ്പോൾ നമ്മുടെ യൂഗോട്ടാണ്. ഇതെന്താണ്? ഇത് റെയർ തന്നെയാണ് അല്ലേ? ആണ് ഗൈസ്. ദിസ് വൺ ഈസ്
ആൾസോ റെയർ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, വേറെ ഒരു സാധനമുണ്ട്. ഇത് വലിയ മെനയൊന്നും ഇല്ല, കാരണം ഇത് ഇമോജി ക്യാൻഡിയാണ് ഗൈസ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ആ, ഇമോജി ക്യാൻഡി. നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. വാവ്, ഇതാ ഗൈസ് നമ്മുടെ ഇമോജി ക്യാൻഡി. ഗൈസ് നമുക്കിത് തിന്നാം ഗൈസ്. ഫസ്റ്റ് ഞാൻ നിന്നിട്ട് നമുക്ക് ക്യാമറ വധിക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് മെലഡി ആണ് കേട്ടോ ക്യാൻഡി. നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. വലിയ രസമുള്ള സ്ക്വിഷൊന്നും ഇല്ല കേട്ടോ, ഇതിനെ കൊണ്ട് കഴിയുന്ന സ്ക്വിഷ് അത്രേ ഉള്ളൂ. ഇതെന്തൊരു കുഞ്ഞിൻ്റെ എത്ര മിനിറ്റായി? ഇതാണ് ഗൈസ് നമ്മുടെ സ്ക്വിഷി. ആകെ കൊളായൊരു പൊട്ട സ്ക്വിഷിയാണ് ഗൈസ് ഇത്. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയതല്ലേ, അവിടെ വെക്കാം. ഇനി അടുത്തത് വേഗം ഇതാക്കട്ടോ, വേഗം നമ്മൾ നോക്കുകയാണ്. ഇനി അടുത്തത് സ്റ്റിച്ചിൻ്റെ ആണ്. ഇതുമ്പോൾ ഞാനൊരു ക്യാരക്ടറൊക്കെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, പൊട്ടിക്ക ഗൈസ്. അയ്യോ, പണിപാളി. ഇങ്ങനെ പൊട്ടിക്കാം, അതാണ് നല്ലത്. നമ്മുടെ യൂഗോട്ട് നോക്കാം. ഞാൻ ആകെ പൊട്ടിച്ച് കൊളാക്കിയിട്ടുണ്ട്. യൂഗോട്ട് എന്താണ്? വാവ്, നമുക്ക് എപ്പിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഇതൊക്കെ നമുക്ക് കൊണ്ടൊരു കൊട്ട. അതൊക്കെ പത്രക്കടലാസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അതെന്താ വെച്ചാൽ കുറച്ച് ഇത് തീരെ ഒരു വലിപ്പമില്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ആദ്യം ഗൈസ്. ഇതിന് വലിയൊരു ഇതൊന്നുമില്ല. അതൊന്ന് പൊട്ടിക്കാൻ പറ്റാത്തേ. യെസ് ഗൈസ്, ദിസ് വൺ ഈസ്. ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇത് ഈ ഒരു സാധനമാണ്. ഓക്കെ, സ്ക്വിഷി ഒന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നത് സ്ക്വിഷി. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താ, പക്ഷെ വലിയ രസമൊന്നുമില്ലാത്തൊരു പൊട്ട സ്ക്വിഷിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അയ്യോ, പണി പാളിയോ മക്കളെ, പണി പാളിയോ. ഇതാണ് ഗൈസ് നമ്മുടെ സ്ക്വിഷി എന്ന് പറയുന്നത്. സ്റ്റിച്ചിൻ്റെ ഫുള്ള് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഇതാക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ഇത്. ഫ്ലവേഴ്സ് ബ്ലൈൻഡ് ബാഗാണ്. ഇതൊന്നും വലിയ രസം. യെസ് ഗൈസ്, പൊട്ടിച്ച് നോക്കാം. വേഗം പൊട്ടിക്കട്ടെ ഗൈസ്. അല്ല, വേഗം പൊട്ടിക്കാം, ടൈം അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിലെ യൂഗോട്ട് കാണാനില്ല ഗൈസ്. വെർ ഇസ് മൈ യൂഗോട്ട്? അതെ, കിട്ടി. വലിയ യൂഗോട്ട് ഉണ്ടാക്കിയിട്ട് കാണാനല്ല സാധനം. ഇതിലിതേ യെല്ലോ ആണുള്ളത്. വളക്കൊണ്ട് ഭയങ്കര തോറ്റ് ഗൈസ്. ഇത് നമുക്ക് ലാഗൻട്രി ആണ് കേട്ടോ ലഭിച്ചിട്ടുള്ളത്, ലാഗൻട്രി. ദെൻ വി ഓപ്പൺ ദിസ് വൺ. This one is inside this. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. അടുത്തത് നമുക്കിത് പൊട്ടിച്ച് നോക്കാം. പണിപ്പാളിയോ ഗൈസ്? അടുത്തത് ഇതാ ഗൈസ് നമ്മുടെ ഫ്ലവേഴ്സ് ക്യാൻഡിയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇപ്പോഴേക്കും പൊട്ടിക്കാം. നമുക്ക് വേഗം തിന്നാം ഗൈസ് നമ്മുടെ ഫ്ലവേഴ്സ് ക്യാൻഡി.
Okay, guys. ഫസ്റ്റ് ക്യാമറാവതി കഴിക്കൂ. ഞാൻ അടുത്തത് ചിങ്ങാമി കഴിക്കൂ. തിന്ന് വേഗം. ഞാൻ ഓക്കെ. ഞാൻ അടുത്തത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും രസമുള്ള കവായിയാണ്. ഞാൻ പൊട്ടിക്കട്ടെ. എൻ്റെ കവായി. ഓക്കെ, യു ഗോട്ട്. ഇത് തുറന്നു നോക്കാം. ദിസ് വൺ വി ഗെറ്റ് ലാഗൻഡറി. ഇതിൻ്റെ ഉള്ളിൽ ആകെപ്പാടെ ഒറ്റൊന്നുള്ളല്ലോ. ഇത് ഒറ്റൊന്ന് ഉള്ളൂ കേട്ടോ. ഒറ്റൊന്നിൽ തന്നെ 2 എണ്ണം ഉണ്ടാവും ഇതിൽ. തുറന്നു നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഇതാണ്. കവായി ആണ് കേട്ടോ സാധനം. അപ്പൊ ബൈ, പിന്നെ കാണാം.